2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. പ്രചാരണം നടത്തിയത് മുഴുവൻ അബ് കി ബാർ 400 പാർ, ഇത്തവണ 400 കിട്ടും എന്നുള്ള രീതിയിലാണ്. പക്ഷേ ഏറ്റവും ഒടുവിൽ ജൂൺ 4-ന് റിസൾട്ട് വന്നപ്പോൾ 240 സീറ്റിലേക്ക് ഒതുങ്ങേണ്ടി വന്നു. ഇലക്ഷനാകുമ്പോൾ സാധാരണ ജയവും പരാജയവും ഒക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ 303 സീറ്റുകൾ ഉണ്ടായിരുന്നതിൽ നിന്ന് വീണ്ടും 240 സീറ്റുകളിലേക്ക്, അതായത് 63 സീറ്റുകളുടെ കുറവിലേക്ക് പോകേണ്ടി വന്നു. 2019 നമുക്കറിയാം 282 സീറ്റുകളിൽ നിന്നാണ് ബി.ജെ.പി. 303 സീറ്റുകളിലേക്ക് എത്തിയത്. അപ്പോൾ ഇത്തവണ ഒരു വലിയ കുറവാണ് ഉണ്ടായിട്ടുള്ളത്. 0.8% ഷെയർ, വോട്ട് ഷെയറിലും വലിയ കുറവുണ്ടായി. ഇത് സാധാരണ വലിയ ബാധിക്കുന്നൊരു കാര്യമല്ല. പക്ഷേ ഈ ഇലക്ഷന് ശേഷം ബി.ജെ.പി. സമാനതകളില്ലാത്ത വെല്ലുവിളികളെ നേരിടുകയാണ്. ഏതാണ്ട് അഖിലേന്ത്യാ നേതൃത്വം എന്ന് പറയുന്നത് ഒരു പിളർപ്പിൻ്റെ വക്കിലേക്ക്, അതായത് 2 വിഭാഗമായി കൃത്യമായി ഒരു പിളർന്നിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. ഇത് മാത്രമല്ല, ഒരു ബി.ജെ.പി. ഇതുവരെ വളർത്തിക്കൊണ്ടുവന്ന 2014 മുതൽ വളർത്തിക്കൊണ്ടുവന്ന ഒരു ടോട്ടൽ ഇക്കോസിസ്റ്റം, ആ ഇക്കോസിസ്റ്റം അപ്പാടെ പൊളിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ബി.ജെ.പി. നേരിടുന്ന ഏറ്റവും വലിയ പ്രധാനപ്പെട്ട വിഷയം. അതിൽ ഒന്നാമത്തേത് മാധ്യമങ്ങളുടെ ഒരു ഇക്കോസിസ്റ്റവും പ്രചാരണത്തിൻ്റെ ഒരു ഇക്കോസിസ്റ്റവും. അതായത് അമിത് മാളവ്യ അടങ്ങുന്ന IT സെല്ല് മുതൽ നിങ്ങൾ അറിയേണ്ടത് എല്ലാ മാധ്യമങ്ങളും, നാഷണൽ മീഡിയാസിൻ്റെ ഏതാണ്ട് 90% തന്നെ ഗോദി മീഡിയ എന്ന് വിളിക്കപ്പെടുന്ന മോദി അനുകൂല മാധ്യമങ്ങളായിരുന്നുവെങ്കിൽ ആ മാധ്യമങ്ങളുടെ ഒരു ഇക്കോസിസ്റ്റത്തിന് തന്നെ ഒരു ഇളക്കം തട്ടിയിരിക്കുന്നു എന്നാണ് ഒന്ന്. രണ്ടാമത്തേത് സംഘടനാപരമായി ബി.ജെ.പി. എന്ന് പറയുന്ന സംഘടനയും RSS തമ്മിലുള്ള ഒരു പൊക്കിൾക്കൊടി ബന്ധമുണ്ട്. ആ ബന്ധത്തിൽ തന്നെ വലിയ ഉലച്ചിലുകൾ തട്ടിയിരിക്കുന്നു എന്ന് മാത്രമല്ല, സംഘപരിവാർ സംഘടനകൾ എന്ന് പറയുന്ന ബജരംഗ് ദളും മറ്റ് നിരവധി സംഘടനകളുമായിട്ടുള്ള ബന്ധം തന്നെ ബി.ജെ.പിക്ക് നഷ്ടമായിരിക്കുന്നു. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ബി.ജെ.പിയുടെ തന്നെ ഉത്തർപ്രദേശിൻ്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള യോഗി ആദിത്യനാഥും RSSും പ്രധാനപ്പെട്ട ചില നേതാക്കളും അടക്കമുള്ള ആളുകൾ, അതായത് 2ാം നിര നേതാക്കളടക്കമുള്ള ആളുകൾ ഒരു ഭാഗത്തും, മോദിയും അതുപോലെ തന്നെ അമിത്ഷായും JP നഡ്ഡയും അടക്കമുള്ള നിരവധി ആളുകൾ മറുഭാഗത്തുമായി ഏതാണ്ട് പിളരും എന്ന് പറയാനാവില്ലെങ്കിലും ആ പിളർന്നു നിൽക്കുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോൾ ബി.ജെ.പി. എത്തിയിട്ടുള്ളത്. ഇതിൽ ഏറ്റവും ആദ്യം തകർന്നു പോയിട്ടുള്ള ഇക്കോസിസ്റ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ പരിശോധിക്കുകയാണ്. അതിൻ്റെ ഒന്നാമത്തെ സെക്ഷൻ മീഡിയ ആണെങ്കിൽ, രണ്ടാമത്തെ സെക്ഷൻ സംഘടനയാണ്. മീഡിയകളിൽ നമുക്കറിയാം, ഈ ഇലക്ഷന് മുൻപായിട്ട് എല്ലാ മീഡിയകളും തന്നെ, അതായത് റിപ്പബ്ലിക് TV ആയിട്ടുള്ള അർണബ് ഗോസ്വാമിയുടെ റിപ്പബ്ലിക് TVയും നവിക കുമാറിൻ്റെ ടൈംസ് നൗവും, ഇവരെല്ലാം ചീഫ് എഡിറ്റർ കൂടിയാണ്. ഇത്തരത്തിലുള്ള ആളുകളുടെ എല്ലാം ചില ചാനലുകളെല്ലാം തന്നെ, ഇപ്പോൾ അമനാണെങ്കിലും സുധീർ ചൗധരി ആണെങ്കിലും സ്മിത പ്രകാശ് ആണെങ്കിലും പിന്നെ ഇന്ത്യ TVയുടെ MDയും ചീഫ് എഡിറ്ററുമായിട്ടുള്ള രജത് ശർമ്മയാണെങ്കിലും, ഇത്തരത്തിലുള്ള എല്ലാ മാധ്യമങ്ങളും തന്നെ ഈ പോളുകളെല്ലാം, അതായത് അവരുടെ പ്രീ പോൾ സർവേകളിലെല്ലാം ബി.ജെ.പി. വലിയ വിജയം നേടുമെന്നാണ് പറഞ്ഞിരുന്നതെങ്കിൽ ഏറ്റവും ഒടുവിൽ കുറച്ചുകൂടി ശരിയാവേണ്ട ഒരു കാര്യം എക്സിറ്റ് പോളുകളാണ്. എക്സിറ്റ് പോളുകൾ ഏറ്റവും ഒടുവിൽ നടത്തിയിട്ടുള്ള എക്സിറ്റ് പോളുകളിൽ പോലും പലതിലും 400-ലധികമോ 411 ചിലരൊക്കെ കുറച്ചുകൂടി ഭക്തി പൂത്തിട്ട് 450-ലധികം സീറ്റുകൾ ബി.ജെ.പിക്ക് കിട്ടുമെന്നാണ് പ്രവചിച്ചിരുന്നത്. ഇന്ത്യ ടുഡേയിലെ രാഹുൽ കൻവാല അടക്കമുള്ള ആളുകൾ ഇതിൽ ഈ കൂട്ടത്തിൽപ്പെടുന്ന ആളുകളാണ്. പക്ഷേ ഇന്ത്യ ടുഡേ ചെറിയൊരു തരത്തിൽ അതൊന്ന് മോഡറേറ്റ് ആക്കാൻ സഹായിച്ചൊരു കാര്യം എന്ന് പറയുന്നത് രാജീവ് സർദേശായിയുടെ ഒരു സാന്നിധ്യമാണ്. അദ്ദേഹം ഒരു ലെഫ്റ്റ് ലിബറൽ എന്നറിയപ്പെടുന്ന ആളായതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ഏതാണ്ട് ഒരു മീഡിയം ലെവലിൽ നിൽക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നു. പക്ഷേ ഇന്ത്യ ടുഡേയുടെ ചില കോൺക്ലേവുകളൊക്കെ സംഘടിപ്പിക്കപ്പെട്ടത് വളരെ കൃത്യമായി മോദിയുടെയും ബി.ജെ.പിയുടെയൊക്കെ ഒരു പ്രചാരണ പരിപാടികളായിട്ട് തന്നെയാണ് ഈ പറയുന്ന ചാനലുകളുടെ എല്ലാം സംഘടിപ്പിക്കപ്പെട്ടത്. കൂടാതെ ഇവരുടെ എല്ലാം മോദിയുമായിട്ടുള്ള ഇൻ്റർവ്യൂകൾ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ആ ഇൻ്റർവ്യൂകളിലെല്ലാം തന്നെ മോദിക്ക് ബൂസ്റ്റ് ചെയ്യാൻ കഴിയുന്ന, നിങ്ങളുടെ എനർജി വളരെ കൂടുതലാണ്, നിങ്ങൾ എത്ര ഉന്മേഷവാനായിരിക്കുന്നു എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് ഇവരിട്ട് കൊടുത്തത്. ക്രിട്ടിക്കലായിട്ടുള്ള ചോദ്യങ്ങളൊന്നും തന്നെ ചോദിക്കാൻ മോദിയും അവസരം കൊടുത്തില്ല. കാരണം പ്രൈം മിനിസ്റ്ററുടെ ഓഫീസിൽ നിന്നും കൃത്യമായി അവർ തന്നെ ഷൂട്ട് ചെയ്ത് അവർ തന്നെ എഡിറ്റ് ചെയ്തിട്ടുള്ള വീഡിയോകൾ ഇവരുടെ കയ്യിലേക്ക് കൊടുക്കുക, ഇവരത് ടെലികാസ്റ്റ് ചെയ്യുക എന്നുള്ളൊരു ധർമ്മമാണ് നടന്നുകൊണ്ടിരുന്നത്. പണ്ടൊരു ഇൻ്റർവ്യൂവിൽ നമുക്കറിയാം, കരൺ താപ്പറുടെ ഇൻ്റർവ്യൂവിൽ നിന്ന് മോദി എഴുന്നേറ്റ് പോകുന്ന കാഴ്ചയും നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതാണ്. അത്തരത്തിലുള്ള ചോദ്യങ്ങൾ, അത് തന്നെ വലിയ അലോസരപ്പെടുത്തുന്ന ചോദ്യങ്ങളായിരുന്നില്ല. പക്ഷേ അത്തരത്തിലുള്ള ചോദ്യങ്ങളൊന്നും ചോദിക്കാൻ മാധ്യമങ്ങൾക്കൊരു അവകാശവും ഉണ്ടായിരുന്നില്ല. എന്ന് മാത്രമല്ല, മാധ്യമങ്ങൾ കഴിഞ്ഞ 5 കൊല്ലങ്ങളായിട്ട് നടത്തിയിട്ടുള്ള ചർച്ചകൾ എടുത്തു നോക്കിയാൽ നാഷണൽ മീഡിയകളിൽ നടന്നിട്ടുള്ള ചർച്ചകളുടെ ഏതാണ്ട് 85% തന്നെ
പ്രതിപക്ഷത്തിനെതിരെയുള്ള ചർച്ചകളായിരുന്നു. അതായത് പ്രതിപക്ഷവും രാഹുൽ ഗാന്ധിയും ഒക്കെ ചെയ്യുന്ന കുഴപ്പങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളായിരുന്നു എന്ന് മാത്രമല്ല, അതിൽ മഹാഭൂരിപക്ഷം ചർച്ചകളിലും ഇവർ നിർലോഭം മോദിയെയും BJP ഗവൺമെൻറ്റിനെയും ഒക്കെ പുകഴ്ത്താൻ, NDA ഗവൺമെൻറ്റിനെയും ഒക്കെ പുകഴ്ത്താൻ തന്നെ വലിയ സാധ്യതകൾ കണ്ടെത്തുകയാണ് ഇത്തരത്തിലുള്ള ആളുകളെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഈ കഴിഞ്ഞ ദിവസങ്ങളിലായി, അതായത് 240 സീറ്റുകൾ കിട്ടിയപ്പോൾ ഇതിലേതാണ്ടൊരു മുഴുവൻ ആളുകളും മാറിയിട്ടില്ല. ഒരു 70% ആളുകൾ ഇപ്പോഴും ആലവലയിൽ തന്നെ നിൽക്കുകയാണ്. പക്ഷേ ഒരു 30% വരുന്ന ആളുകൾ ഈ ഇതിൽ നിന്ന് മാറുകയും ചില തോതിലെങ്കിലും അല്ലെങ്കിൽ കുറച്ചുകൂടി ഒരു പ്രാതിനിധ്യം രാഹുൽ ഗാന്ധിയുടെ ഇപ്പോൾ പാർലമെൻറ്റിലെ സ്പീച്ചിനടക്കം ഉള്ള മറ്റ് നിരവധി വാർത്തകൾ കൂടി കൊടുക്കാൻ നിർബന്ധിതമായിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. ഇതിലേക്ക് നയിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ, ഇതിലേക്ക് നയിച്ചതിനെക്കുറിച്ച് വളരെ കൃത്യമായി വിനീത കോഹ്ലി ഖണ്ടേക്കർ എന്ന് പറയുന്ന ഒരു മാധ്യമപ്രവർത്തക അവർക്ക് ഒരു ബിസിനസ് സ്റ്റാൻഡേർഡിൽ വളരെ വിശദമായിട്ടുള്ളൊരു ലേഖനം എഴുതിയിട്ടുണ്ട്. ആ ലേഖനത്തിൽ പറയുന്നൊരു കാര്യം, ഇന്ത്യയിൽ 642 മില്യൺ ആളുകളാണ് വോട്ട് ചെയ്തത്. അതായത് 64.2 കോടി ആളുകളാണ് വോട്ട് ചെയ്തത് ടോട്ടൽ. അതിൽ 2,35,00,000 ആളുകൾ, അതായത് 235 മില്യൺ ആളുകൾ മാത്രമാണ് BJPക്ക് വോട്ട് ചെയ്തത് അല്ലെങ്കിൽ NDAക്ക് വോട്ട് ചെയ്തത്. ബാക്കിയുള്ള 407 മില്യൺ, അതായത് 40.7 കോടിയോളം വരുന്ന ആളുകൾ BJPക്ക് വിരുദ്ധമായിട്ടാണ് വോട്ട് ചെയ്തത്. ആ വോട്ട് ചെയ്തിട്ടുള്ള ആളുകളെ കൂടി കണക്കിലെടുക്കുന്നതിന് ഈ മീഡിയകൾ നിർബന്ധിതമായിരിക്കുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ ആ കൺസ്യൂമേഴ്സിനെ കൂടി അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതിന് ഇവർ കൃത്യമായ കാരണം ഇവർ കണ്ടെത്തിയിരിക്കുന്നു. കാരണം അതുകൊണ്ട് തന്നെ അവരെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോയതുകൊണ്ട്, ഇവരുടെ വിശ്വാസ്യത തകർന്നു പോയതുകൊണ്ടാണ് ഇവർ നടത്തിയിട്ടുള്ള ചില സർവേകൾ അതിൽ പെയ്ഡ് സർവേകളായിരുന്നു, പ്രീ പോൾ സർവേകളും എക്സിറ്റ് പോളുകളും എല്ലാം. പക്ഷേ മറ്റ് ചില സർവേകൾ അങ്ങനെ പെയ്ഡ് അല്ലാത്ത സർവേകൾ നടത്തിയിട്ടും ജനങ്ങൾക്ക് ഈ മാധ്യമങ്ങളിലുള്ള വിശ്വാസം കുറഞ്ഞതുകൊണ്ടാണ്, ഇവരുടെ ക്രെഡിബിലിറ്റി കുറഞ്ഞതുകൊണ്ടാണ് ഇവരുടെ സർവേകളിൽ അവർ കൃത്യമായിട്ടുള്ള ഉത്തരങ്ങൾ പറയാതിരുന്നത്. അതുകൊണ്ടാണ് ഇന്ത്യ ടുഡേക്കൊക്കെ വേണ്ടി എല്ലാ തവണയും സർവേകൾ നടത്തുകയും മിക്കവാറും ഏതാണ്ട് എല്ലാ പ്രവചനങ്ങളും തന്നെ ശരിയായിട്ടുള്ള ആക്സിസ് മൈ ഇന്ത്യയും അതിൻ്റെ ചീഫ് ആയിട്ടുള്ള പ്രദീപ് ഗുപ്തയും അടക്കം ആ ചാനലിലിരുന്ന് കരയേണ്ടി വന്നതിൻ്റെ കാരണം, അവർ 5.5 ലക്ഷത്തോളം സാമ്പിളുകൾ എടുത്താണ് ഇന്ത്യയിൽ സർവേ നടത്തിയത്. പക്ഷേ എന്നിട്ട് പോലും അത് കംപ്ലീറ്റ്ലി റോങ് ആയിപ്പോയതിൻ്റെ കാരണം ആളുകൾ ഈ ചാനലുകളെ വിശ്വസിച്ചുകൊണ്ട് അവരുടെ അടുത്ത് യാഥാർത്ഥ്യം പറയാത്തത് കൊണ്ടാണ് എന്നവർ മനസ്സിലാക്കിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ചാനലുകൾ കൃത്യമായി ഇപ്പോൾ മാറാൻ തുടങ്ങിയിരിക്കുന്നു. ആ മാറുന്നതിൻ്റെ ഒരു ഉദാഹരണം നിങ്ങളോട് പറഞ്ഞാൽ, ഇപ്പോൾ കഴിഞ്ഞ തവണ ഇന്ത്യ ടുഡേയിൽ ഈ റിസൾട്ട് വന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ രാജ്ദീപ് സർദേശായി ഇന്ത്യൻ ജനതയുടെ ഔന്നത്യമാണ് കാണിക്കുന്നത്. കാരണം അമേഠിയിൽ സ്മൃതി ഇറാനി പരാജയപ്പെട്ടിരിക്കുന്നു എന്ന ആവേശത്തോടു കൂടി വിളിച്ചു പറയുന്ന കാര്യം നമ്മൾ കേട്ടു. ഏറ്റവും അടുത്തതിന് ശേഷം ഇപ്പോൾ അർണബ് ഗോസ്വാമി, റിപ്പബ്ലിക് TVയിലെ അർണബ് ഗോസ്വാമി, അദ്ദേഹം സ്റ്റുഡൻസ് മാറ്റേഴ്സ് എന്ന് പറയുന്ന ഹാഷ്ടാഗ് ഇട്ടുകൊണ്ട് നമ്മുടെ നീറ്റ് പരീക്ഷയിലെ ചോദ്യപേപ്പർ ചോർന്നതിനെക്കുറിച്ചും PG നീറ്റിലെ പരീക്ഷയിലെ ചോദ്യപേപ്പർ ചോർന്നതിനെക്കുറിച്ചുമൊക്കെ തന്നെ നാഷണൽ ടെസ്റ്റിംഗ് അതോറിറ്റി എന്ന് പറയുന്ന NTA എന്ന് പറയുന്ന അതോറിറ്റിയെയും അതിലെ ഗവൺമെൻറ് നടത്തിപ്പിനെയും ഗവൺമെൻറ് നടപടിയെടുക്കാത്തതിനെയും വിമർശിച്ചുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ചർച്ചകൾ ഇപ്പം നയിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ഇൻ്റലക്ച്വൽസ് ആയിട്ടുള്ള വലിയ ജേർണലിസ്റ്റുകളൊക്കെ അടിമകളായി പണിയെടുത്തുകൊണ്ടിരിക്കുകയും അവർ മോദിയുടെ സ്യൂട്ടിനെക്കുറിച്ചും മോദിയുടെ എനർജിയെക്കുറിച്ചും മോദിയുടെ നയങ്ങളെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യാതിരിക്കുകയും ചെയ്യും. ഇന്ത്യയിലെ തൊഴിലില്ലായ്മയെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യാതിരിക്കുകയും ചെയ്യുമ്പോൾ, അയോധ്യയിലെ തോൽവിയെക്കുറിച്ച് അവർ ചർച്ച ചെയ്യാതിരിക്കുമ്പോൾ, അല്ലെങ്കിൽ അയോധ്യയിലെ യഥാർത്ഥത്തിലുള്ള ഗ്രൗണ്ട് റിയാലിറ്റി എന്താണെന്ന് ജനങ്ങളെ കാണിക്കാൻ പറന്നു പോകുമ്പോൾ, അവിടെയുള്ള ഉത്തർപ്രദേശിലെയും മഹാരാഷ്ട്രയിലെയും ഒക്കെയുള്ള സാധാരണക്കാരായിട്ടുള്ള പാവപ്പെട്ട ജനങ്ങൾ വലിയ തിരിച്ചടി, ബംഗാളിലെയും ഒക്കെയുള്ള ജനങ്ങൾ BJPക്ക് കൊടുത്തിരിക്കുന്നുവെന്നും, സത്യത്തിൽ അത് BJPക്ക് കിട്ടിയ തിരിച്ചടി മാത്രമല്ല, BJPയും RSSും ഒക്കെ ഇതുവരെ നിലനിർത്തി വന്ന ഇത്തരത്തിലുള്ള ഒരു ഇക്കോസിസ്റ്റത്തിൽ മീഡിയകളെ അപ്പാടെ തന്നെ പിഴുതെറിയുന്നു എന്നുമാണ് നമ്മൾ കാണേണ്ടത്. ഇത് ഒരു സൈഡാണെങ്കിൽ, മറ്റൊരു സൈഡിൽ നമ്മൾ കാണുന്നത് സോഷ്യൽ മീഡിയകളുടെ വലിയ പ്രചാരവും അവർക്ക് കിട്ടിക്കൊണ്ടിരുന്ന വിശ്വാസ്യതയുമാണ്. അതായത് ഒരു സിറ്റിസൺ ജേർണലിസ്റ്റ് എന്നൊക്കെ പറയാവുന്ന ആളുകൾ, അതായത് ധ്രുവ് റാത്തിയുടെയും ആകാശ് ബാനർജിയുടെയും
രവീഷ് കുമാറിൻ്റെയും ഒക്കെ യൂട്യൂബ് ചാനലുകൾക്ക് വലിയ തോതിലുള്ള പ്രചാരം കിട്ടുകയും ഏതാണ്ട് അവരുടെ വീഡിയോകളെല്ലാം തന്നെ ഒരു 3-3.5 കോടിയോളം വരുന്ന ആളുകളൊക്കെ കാണുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. പലപ്പോഴും ആ ചോദ്യങ്ങൾക്ക് നരേന്ദ്രമോദി മറുപടി പറയേണ്ട ഒരു അവസ്ഥ കൂടി ഉണ്ടായിരിക്കുന്നു. അതായത് നിങ്ങൾ 400-ലധികം സീറ്റ് എന്ന് പറയുന്നത് ഭരണഘടന മാറ്റാനാണെന്നും അത് യഥാർത്ഥത്തിൽ ഇവിടെയുള്ള റിസർവേഷൻ ഒഴിവാക്കാനാണെന്നുമൊക്കെയുള്ള ചോദ്യങ്ങൾക്ക് അംബേദ്കർ വന്നാൽ പോലും ഞാൻ ഭരണഘടന മാറ്റാൻ സമ്മതിക്കില്ല എന്നുമൊക്കെ നരേന്ദ്രമോദിക്ക് ഉത്തരം പറയേണ്ട അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. ഇതിൻ്റെ മറ്റൊരു പടിയാണ് നമുക്കറിയാവുന്നത്, രാജസ്ഥാനിലെ ബൻസ്വാരയിൽ BJPയും നരേന്ദ്രമോദി നടത്തിയിട്ടുള്ള ചില വിദ്വേഷ പരാമർശങ്ങളൊക്കെ നമ്മൾക്കറിയാം. ആ പരാമർശങ്ങൾക്കൊക്കെ അവിടെ 2 ലക്ഷത്തിലധികം വോട്ടിനാണ് BJPയുടെ സ്ഥാനാർത്ഥി തോറ്റത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മാധ്യമങ്ങൾ ഏതാണ്ട് ഒരു യൂട്ടേൺ എടുക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. അല്ലെങ്കിൽ 30% മാധ്യമങ്ങൾ ഒരു യൂട്ടേൺ എടുത്തിരിക്കുന്നു. ബാക്കിയുള്ള 70% മാധ്യമങ്ങൾ കുറച്ചുകൂടി സ്പേസ് പ്രതിപക്ഷത്തിനും ചില വിമർശനങ്ങളുമായി കൊടുക്കാൻ നിർബന്ധിതരാക്കിയിരിക്കുന്നു. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, യഥാർത്ഥത്തിലുള്ള ഇൻ്റലക്ച്വലുകൾ എന്ന് പറയുന്നത് ടെക്നോക്രാറ്റുകളോ അല്ലെങ്കിൽ വലിയ ജേർണലിസ്റ്റുകളോ ഒന്നുമല്ല. ഈ നാട്ടിലെ ഉത്തർപ്രദേശിലെയും ബീഹാറിലെയും മഹാരാഷ്ട്രയിലെയും ഹരിയാനയിലെയും ഒക്കെയുള്ള സാധാരണക്കാരായിട്ടുള്ള പാവപ്പെട്ട സാധാരണ ജനമാണ്. കേരളത്തിലെ പോലും പ്രബുദ്ധരായ ജനമല്ല. ഇത്തരത്തിലുള്ള പാവപ്പെട്ട ആളുകളാണ് കുറേ കൂടി കൃത്യമായി ഇതിനെ സെൻസ് ചെയ്യുന്നത്, റീഡ് ചെയ്യുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇനി രണ്ടാമത്തെ ഒരു സെഗ്മെൻ്റ് എന്ന് പറയുന്നത്, നമുക്ക് കൃത്യമായിട്ട് അറിയാൻ കഴിയുന്ന ഒരു കാര്യം, ഈ സംഘടനാ രംഗത്ത് BJP നേരിട്ടിട്ടുള്ള വലിയ തിരിച്ചടിയാണ്. ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥിൻ്റെ കീഴിൽ അല്ലെങ്കിൽ യോഗി ആദിത്യനാഥിനെ പ്രചരണത്തിന് പോലും ഉത്തർപ്രദേശിൽ പുറത്തേക്ക് വിട്ടില്ല എന്ന് നമുക്കറിയാം. ഉത്തർപ്രദേശിൽ ജയിക്കണം എന്ന് പറയുന്ന തീവ്രമായിട്ടുള്ള ആഗ്രഹം യോഗി ആദിത്യനാഥിനുണ്ടായിരുന്നില്ല. അത്തരത്തിലുള്ള ചില ഉള്ളിലുള്ള തർക്കങ്ങൾ കൂടിയാണ് BJPക്ക് വലിയ തിരിച്ചടി നേരിട്ടത്. ഒരുപക്ഷെ RSS തന്നെ ഈ തിരിച്ചടി നേരിട്ടതിൽ വളരെയധികം സന്തോഷിക്കുന്നു എന്ന് നമ്മുടെ മുമ്പിൽ വ്യക്തമായ തെളിവുകളുണ്ട്. ഞാൻ നിങ്ങളോട് ഓരോന്നായി പറയാം. ഒന്നാമത്തെ തെളിവ് എന്ന് പറയുന്നത് ജൂൺ 7-ാം തീയതി, അതായത് ജൂൺ 4-ന് റിസൾട്ട് വരുന്നു. 4-ാം തീയതി വൈകുന്നേരമാണ് റിസൾട്ട് മുഴുവനായും പബ്ലിഷ് ചെയ്യുന്നത്. ജൂൺ 5-ഉം 6-ഉം, അതായത് 48 മണിക്കൂറിൻ്റെ ഇടവേളയ്ക്ക് ശേഷം ജൂൺ 7-ാം തീയതി ഇർമ എന്ന് പറയുന്ന ഇന്ത്യൻ റൂറൽ മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റൂറൽ മാനേജ്മെൻറ്റ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമ്മുടെ വെങ്കയ്യ നായിഡു എന്ന് പറയുന്ന മുൻ ഉപരാഷ്ട്രപതി അദ്ദേഹം ഒരു പ്രസംഗം നടത്തുന്നു. BJPയുടെ അഖിലേന്ത്യാ പ്രസിഡൻറ്റുമൊക്കെ ആയിരുന്നു. ആ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നൊരു കാര്യം, ഈ ഇലക്ഷൻ തെളിയിക്കുന്നത് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ഔന്നത്യമാണ് എന്നാണ് അദ്ദേഹം പറയുന്ന ഒന്നാമത്തെ വാചകം. രണ്ടാമത് അദ്ദേഹം പറയുന്നത്, ഈ നമ്മുടെ ഈ ഇലക്ഷൻ ഒരു മെസ്സേജ് നൽകുന്നുണ്ട്. ആ മെസ്സേജ് ടോപ്പ് ടു ബോട്ടം, അതായത് ഏറ്റവും മുകളിലുള്ളവർ മുതൽ താഴെയുള്ളവർക്ക് വരെയുള്ള ഒരു മെസ്സേജാണെന്നും രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഏറ്റവും ആദ്യത്തെ പ്രയോറിറ്റി കൊടുക്കേണ്ടത് പോവർട്ടിക്കും ഏറ്റവും താഴേക്കിടയിലുള്ള ദാരിദ്ര്യം അനുഭവിക്കുന്ന ജനങ്ങൾക്കുമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പ്രസംഗം നടത്തുന്നത്. ഇത് പറയുമ്പോൾ നിങ്ങൾ ഓർക്കാതെ പോകരുത്, വെങ്കയ്യ നായിഡുവിനെയാണ് ഉപരാഷ്ട്രപതിയാക്കുകയും എന്നാൽ രാഷ്ട്രപതിയാക്കാനുള്ള ഒരു ചാൻസ് നിഷേധിക്കുകയും ചെയ്തുകൊണ്ട് നരേന്ദ്രമോദി മാർഗനിർദ്ദേശക മണ്ഡൽ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിലേക്ക് മാറ്റിയത്. അതായത് 75 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകളെയൊക്കെ ഒരു കുടിയിരുത്തുന്ന, നിങ്ങളിനി നിർദ്ദേശങ്ങൾ മാത്രം തന്നാൽ മതി എന്ന് പറഞ്ഞ് നിലനിർത്തുന്നൊരു സംവിധാനമാണത് BJPയിൽ. ഏതാണ്ട് അതേ സംവിധാനം ഇവിടെ പിണറായി വിജയനും നിർവഹിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാം. കാരണം 75 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഏതെങ്കിലും സാധാരണ കമ്മിറ്റികളിലൊക്കെ വർക്ക് ചെയ്ത് ഞങ്ങൾക്ക് നിർദ്ദേശങ്ങൾ തന്നാൽ മതി, അല്ലാതെ ഇലക്ഷനിൽ മത്സരിക്കുകയോ മന്ത്രിയാവുകയോ ഒന്നും ചെയ്യേണ്ടതില്ല എന്നാണ് പിണറായി വിജയൻ കൂടി പറഞ്ഞത്. പക്ഷേ അത് അദ്ദേഹത്തിന് ബാധകമല്ല എന്ന് പറഞ്ഞതുപോലെ ഇത്തവണ നമുക്കറിയാം ഇവിടെ നരേന്ദ്രമോദിക്കും ഇത് ബാധകമല്ല. അപ്പോൾ ഏറ്റവും ആദ്യത്തെ വെടിപൊട്ടിച്ചത് നമുക്കറിയാം ഈ പറയുന്ന വെങ്കയ്യ നായിഡു ആണ്. അദ്ദേഹം ദക്ഷിണേന്ത്യയിൽ നിന്നുള്ളൊരു നേതാവാണ്. ദക്ഷിണേന്ത്യയുടെ കൂടി ചില മെച്ചപ്പെട്ട പ്രകടനങ്ങൾ കൊണ്ടാണ് 240-ലേക്കെങ്കിലും എത്തിയത്. സത്യത്തിൽ ഉത്തരേന്ത്യയും ഹിന്ദി ഹൃദയഭൂമിയിലുമെല്ലാം വലിയ തിരിച്ചടിയാണ് BJPക്ക് നേരിട്ടത് എന്നുകൂടി നമുക്കറിയാം. ഇനി ഇതിൻ്റെ തൊട്ടടുത്ത ദിവസം ജൂൺ 8-ാം തീയതി രാം മാധവിൻ്റെ ഒരു ലേഖനം വരുന്നു. രാം മാധവ് എന്ന് പറയുന്നത് RSSൻ്റെ തന്നെ ഒരു ബൗദ്ധിക മുഖമാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ലേഖനം ഇന്ത്യൻ എക്സ്പ്രസ്സിൽ വരുന്നു. ആ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ വരുന്ന ലേഖനത്തിൽ അദ്ദേഹം പറയുന്ന ആ ലേഖനത്തിൻ്റെ ഹെഡിങ് തന്നെ എന്ന് പറയുന്നത് എ മാൻഡേറ്റ് ഫോർ ഹ്യൂമിലിറ്റി എന്നാണ്. പറഞ്ഞു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാളിത്യത്തിന് വേണ്ടി, എളിമയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ജനവിധി എന്നാണ് പറയുന്നത്. ആ ജനവിധിയിൽ അദ്ദേഹം പറയുന്ന അടുത്ത വാചകം എന്ന് പറയുന്നത് ഗാന്ധിജിയെക്കുറിച്ചാണ്. ഗാന്ധിജി നിരവധി കാര്യങ്ങൾ നമ്മൾക്ക് ഗാന്ധിജി ഓർക്കാൻ നമുക്ക് നിരവധി കാര്യങ്ങളുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഗാന്ധി ഈസ് റിമെമ്പേർഡ് ഫോർ മെനി തിങ്സ്. ഒരുപാട് കാര്യങ്ങൾക്ക് അദ്ദേഹം ഓർക്കപ്പെടുന്ന ഒരാളാണ്.
പ്രീ ഇൻഡിപെൻഡൻസിന് മുമ്പ്, അതായത് ഇന്ത്യ രാജ്യം സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുൻപ് തന്നെ ഒരു കൊളീഷൻ ഗവൺമെൻറ് ഉണ്ടായിക്കൊണ്ടുവന്ന ഒരാളാണ്. അതുമാത്രമല്ല ഒരു പൗരബോധവും അതുപോലെ എളിമയും ഒക്കെ പ്രദർശിപ്പിച്ചിരുന്ന ഒരാളാണ് എന്നാണ് രാം മാധവ് പറയുന്നത്. ഈ രാം മാധവ് ഇത് പറയുമ്പോൾ ഇതിനു മുമ്പ് ഒരു കഥ കൂടി നിങ്ങളോട് പറയാനുണ്ട്. അതായത് 2013 RSS ചീഫായിട്ടുള്ള മോഹൻ ഭഗവത് നരേന്ദ്രമോദിയെ കാണണം എന്നാവശ്യപ്പെടുന്നു. അദ്ദേഹം പ്രധാനമന്ത്രിയായിട്ടില്ല, അദ്ദേഹം ഗുജറാത്ത് മുഖ്യമന്ത്രിയാണ്. അപ്പോൾ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദി ആ ക്ഷണം നിരസിക്കുന്നു. സാധാരണ അങ്ങോട്ട് പോയി കാണാറാണ് പതിവ്, നാഗ്പൂരിലുള്ള RSS ഹെഡ്ക്വാർട്ടേഴ്സിൽ. പക്ഷേ അദ്ദേഹം പറയുന്നു എന്നെ കാണണമെന്നുണ്ടെങ്കിൽ അഹമ്മദാബാദിലേക്ക് വരണം എന്ന് പറയുന്നു. ഈ മോഹൻ ഭഗവത് അഹമ്മദാബാദിൽ വരുന്നു. RSSൻ്റെ ഒരു പ്രചാരകൻ്റെ വീട്ടിൽ വെച്ച് അദ്ദേഹത്തെ കാണുമ്പോൾ അദ്ദേഹം തിരിച്ചു പറയുന്നൊരു വാചകം മോഹൻ ഭഗവതിനോട്, ഞാൻ BJPയിലേക്ക് പോയില്ലായിരുന്നുവെങ്കിൽ നിങ്ങളുടെ ആ കസേരയിൽ ഞാനിരുന്നേനെ, അതായത് RSS ചീഫ് ഞാനായേനെ എന്ന് നിങ്ങൾക്ക് ഓർമ്മ വേണം എന്നുള്ള നിലക്കുള്ളൊരു സംഭാഷണം പറയുന്നു. ഈ സംഭാഷണം 2022 കാരവൻ മാഗസിൻ്റെ ഒരു കവർ പേജിൽ കവർ സ്റ്റോറിയായി ഇത് അടിച്ചു വരുന്നു. ഇത് അടിച്ചു വരുമ്പോൾ ഇത് അരുൺ ഷൂരി പറഞ്ഞതായിട്ടാണ് ആ ലേഖകൻ അത് രേഖപ്പെടുത്തിയത്. അരുൺ ഷൂരിയോട് ഇത് പറഞ്ഞത് രാം മാധവ് ആണ് എന്നാണ് ആ ലേഖനത്തിൽ പറഞ്ഞിട്ടുള്ളത്. ആ രാം മാധവിനോട് ആ ലേഖകൻ ഇത് സ്ഥിരീകരിക്കുന്നതിന് വേണ്ടി വിളിച്ചുവെന്നും പക്ഷേ അദ്ദേഹം പ്രതികരിക്കുന്നതിന് തയ്യാറായില്ല എന്നുള്ളതാണ് ഒരു കാര്യം. എന്ന് പറഞ്ഞാൽ അത് നിഷേധിച്ചില്ല രാം മാധവ് എന്ന്. രണ്ടാമത്തെ കാരണമെന്ന് പറയുന്നത് RSSൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക്, അതായത് സർസംഘചാലകിന് തന്നെ ഇത് കൃത്യമായി ഈ ഒരു ക്വസ്റ്റ്യനെയർ ഈ പറയുന്ന കാരവൻ മാഗസിൻ അയച്ചു കൊടുക്കുകയും പക്ഷേ ആ ക്വസ്റ്റ്യനെയറിനോട് പ്രതികരിക്കാൻ മോഹൻ ഭഗവതോ RSSോ എൻ്റെ ഒഫീഷ്യൽ നേതൃത്വമോ തയ്യാറായില്ല എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ അത് ഇതേവരെ നിരാകരിക്കപ്പെട്ടിട്ടില്ല. അങ്ങനെ നിരാകരിക്കപ്പെട്ടിട്ടില്ലാത്ത ആ കൂടിക്കാഴ്ചക്ക് ആഗ്രഹമുണ്ട് എന്ന് മോദിയോട് പറഞ്ഞിട്ടുള്ള രാം മാധവ് പറയുന്നു, നിങ്ങൾ ഈ മാൻഡേറ്റ് എന്ന് പറയുന്നത് ഇത് എളിമയ്ക്ക് വേണ്ടിയുള്ള കാര്യമാണ് എന്ന് പറയുന്നു. ഇതാണ്, അതായത് ആ 7-ാം തീയതി വെങ്കയ്യ നായിഡു, 8-ാം തീയതിയിലെ ലേഖനത്തിൽ രാം മാധവ് BJPക്കെതിരെയും എസ്പെഷ്യലി നരേന്ദ്രമോദിക്കെതിരെ തന്നെ കൃത്യമായി ആഞ്ഞടിക്കുന്നു. അടുത്തത് പിന്നീടൊരു ലേഖനം വരുന്നത് മോദി 3.0 കോൺവെർസേഷൻ ഫോർ കോഴ്സ് കറക്ഷൻ എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ കറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംഭാഷണം തുടങ്ങാം എന്നുള്ള നിലക്കുള്ള ഒരു ലേഖനമാണ് അതിൽ പ്രസിദ്ധീകരിക്കുന്നത്. വളരെ കൃത്യമായി ഇത് നരേന്ദ്രമോദിക്കെതിരെ RSSൻ്റെ, അതായത് RSSൻ്റെ മുഖപത്രമായിട്ടുള്ള ഓർഗനൈസർക്ക് തന്നെ പറഞ്ഞു വെക്കുന്നത് ഇനിയും ഒരുപാട് കാര്യങ്ങൾ മോദിയുടെ ഭാഗത്തുനിന്ന് തിരുത്താനുണ്ട് എന്നാണ്. ഇതിൻ്റെ എല്ലാറ്റിനും ഒടുവിൽ 10-ാം തീയതി കാര്യകർത്ത വികാസ് എന്ന് പറയുന്ന ദ്വിതീയ ഒരു ഘട്ടത്തിൽ, അതിൻ്റെ 2ാമത്തെ ഘട്ടത്തിൽ കാര്യകർത്ത വികാസ് എന്ന് പറയുന്ന RSSൻ്റെ കാര്യകർത്തകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സമ്മേളനത്തിൽ വെച്ച് കൃത്യമായി മോഹൻ ഭഗവത് തന്നെ സംസാരിക്കുന്നു. ആ മോഹൻ ഭഗവത് പറയുന്നൊരു കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം, യഥാർത്ഥ സേവകന് ഒരിക്കലും അറഗൻ്റ് ആവാൻ കഴിയില്ലെന്നും അങ്ങനെ യഥാർത്ഥ സേവകൻ എപ്പോഴും എളിമയുള്ള വിനയത്തോടെ പെരുമാറുന്ന ഒരാളായിരിക്കും എന്നുമാണ് അദ്ദേഹം പറയുന്നത്. എന്ന് മാത്രമല്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി മോഹൻ ഭഗവത് ആഞ്ഞടിക്കുന്നു. അത് മണിപ്പൂർ സമാധാനത്തിന് വേണ്ടി ദാഹിക്കുകയാണെന്നും ഏതാണ്ട് 1 കൊല്ലമായിട്ട് മണിപ്പൂരിൽ സമാധാനം വരുത്താൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നും പറയാതെ മോദിയോട് പറയുകയാണ് മോഹൻ ഭഗവത് എന്ന് പറയുന്ന RSSൻ്റെ സർസംഘചാലക്. ഇതിൽ നിന്ന് ഈ RSSൻ്റെ സർസംഘചാലകിൻ്റെയൊക്കെ വളരെ കൃത്യമായിട്ടുള്ള സ്വാധീനത്തോടുകൂടി പിന്തുണയോടുകൂടി ഒരുപക്ഷെ ഏതാനും വർഷങ്ങൾക്ക് ശേഷം ഈ 5 ടേമിനിടക്ക് തന്നെ നരേന്ദ്രമോദി മാറി യോഗി ആദിത്യനാഥ് പ്രധാനമന്ത്രിയായാൽ പോലും നമ്മൾ അത്ഭുതപ്പെടേണ്ടതില്ല. അത്തരത്തിൽ വലിയ സംഘപരിവാർ സംഘടനകൾക്കകത്ത് വലിയ പോരാട്ടം നടക്കുന്നു. മറ്റു പല സംഘടനകൾക്കുമെല്ലാം തന്നെ അതുകൊണ്ട് മോദിയോടുള്ള പ്രിയം കുറഞ്ഞിരിക്കുന്നു. മോദിയുടെ ഏകാധിപത്യ സ്വേച്ഛാധിപത്യ സമീപനങ്ങളെ എതിർക്കാൻ RSS തന്നെ മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ് വാസ്തവം. ഇതിനെ മോദി എത്രത്തോളം തടയുമെന്നറിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സംഘടനാപരമായും മാധ്യമരംഗത്തും പ്രൊപ്പഗാൻഡ മെറ്റീരിയലിൻ്റെ രംഗത്തുമെല്ലാം തന്നെ വലിയ തോതിലുള്ള ഒരു വിള്ളൽ നരേന്ദ്രമോദിക്കും BJPക്കും ഉണ്ടാക്കിയിരിക്കുന്നു ഈ 2024 തെരഞ്ഞെടുപ്പും അതിൻ്റെ തിരിച്ചടിയും എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള വസ്തുത. ഇതിനെ മോദി എങ്ങനെ അതിജീവിക്കുമെന്ന് കാണാനാണ് നമ്മൾ കാത്തിരിക്കുന്നത്.